ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി. ഹരിപ്പാട് പിലാപ്പുഴ സ്വദേശിനി സാവരിയ ബസന്ത് ലവ് ജിഹാദിനിരയായി കൊല്ലപ്പെട്ടതാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ആരോപിച്ചു. സംഭവത്തിൽ കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സമാനമായ മുൻ സംഭവങ്ങളിൽ വിശദമായ പോലീസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. അതിലെ ഒന്നാമത്തെ പരസ്യം ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിൻ്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. മറ്റേ കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇതിനെതിരെ കേരള സമൂഹം ജാഗ്രത പുലർത്തണമെന്നും പുതുതലമുറയെ ബോധവൽക്കരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു. കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾ ഈ വിഷയത്തിൽ ചെറുവിരൽ അനക്കാൻ തയ്യാറായിട്ടില്ലെന്ന് ശശികല ടീച്ചർ കുറ്റപ്പെടുത്തി. ലവ് ജിഹാദ് എന്നൊരു പ്രതിഭാസമുണ്ടെന്ന് സമ്മതിക്കാൻ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയമാണ്. മരിച്ച സാവരിയ ആ കുട്ടി ഈ പരസ്യം കണ്ടിട്ടുണ്ടാവില്ല. ആ രക്ഷിതാക്കൾ ഒരിക്കലും ഇത് ഇസ്ലാമിക അന്തരീക്ഷം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവരെ കൊണ്ടുപോയത് തിരുവല്ല ഏജൻസിയാണ്. തിരുവല്ല ഏജൻസിയുടെ പേര് ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഈ ഇബ്നു സീന ഇല്ല ആ സ്ഥാപനത്തിന്. രണ്ട് സ്ഥാപനം ഒന്നാട്ടോ. അവർ കൊടുത്തിരിക്കുന്ന പരസ്യത്തിലും അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന രേഖകളിലും ഇബ്നു സീന എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന രേഖകളും അവർ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും. ഇതടക്കം 3 പേര് അറിയപ്പെടുന്നത് ഈ ഒരേ സ്ഥാപനമാണ്. ബ്രിട്ടനിലെ കുപ്രസിദ്ധമായ പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ്ങുകളുടെ സമാന സ്വഭാവത്തോടെയാണ് കേരളത്തിൽ ഈ ജിഹാദ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞു. കാൽവിരൽ തുമ്പു തൊട്ട് തലമുടി വരെ 1 ഇഞ്ച് സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ തല്ലിച്ചതയ്ക്കാത്തത്. അത്രയും ചോര കല്ലിച്ച് കിടക്കുന്ന പാടുകളാണ് ശരീരം മുഴുവൻ കാണുന്നത്. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ട് ഈ ബന്ധു അവിടെ ചെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അന്വേഷണം ഗൗരവമാകണം എന്ന് പറയണതെന്ന് പറഞ്ഞാൽ ഇത് അട്ടിമറിക്കപ്പെടുമോ എന്ന് ന്യായമായും സംശയിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പ്രതിയുടെ പ്ലാമന്തോൾ സ്വദേശിയായ പ്രതിയുടെ അമ്മ അവരൊരു അധ്യാപിക കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ പിതാവും വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് തെളിവുകളില്ല. അമ്മ ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? അപ്പോൾ ഈ അമ്മയടക്കം പ്രതിയാണ് ഈ കേസിൽ. അമ്മയടക്കം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. അത്തരം തെളിവുകൾ മായ്ച്ചു കളയാനാണോ ഫോൺ അവിടെ വാങ്ങിച്ചു വെച്ചത്? ഫോൺ മാത്രമാണ് അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്, ബാക്കി ഒന്നുമില്ല. ഈ കുട്ടിയുടെ ഫോണാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്, അത് മാത്രം അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി ഫോറൻസിക് പരിശോധനയ്ക്ക് ആവശ്യമായ, സ്ഥലപരിശോധനയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അത് മുഴുവൻ പാക്ക് ചെയ്ത് ഡെഡ് ബോഡിയോടൊപ്പം കേരളത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ആ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ജീവനോ അവരുടെ സംസ്കാരമോ നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് തന്നെ ആ വിഷയത്തിൽ ഇടപെടണം. അത്യന്തം ഗുരുതരമായ ഈ സാമൂഹ്യ പ്രശ്നം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് വ്യക്തമാക്കിയ വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി S ചന്ദ്രശേഖരൻ, സംസ്ഥാന സമിതി അംഗം ശശികുമാർ, മഹിളാ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി അംബിക സോമൻ, സൂര്യൻ ചുനക്കര എന്നിവരും പങ്കെടുത്തു.